നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1, 2026 ഞായർ. അങ്ങനെ നമ്മൾ ഇന്നു മുതൽ പുതിയൊരു കലണ്ടർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ആയതിനാൽ തന്നെ, മാത്രമല്ല ഇന്ന് ഇന്ത്യയുടെ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ആയതിനാൽ തന്നെയാണ് എക്സ്ചേഞ്ചും സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനുകൾ സംഘടിപ്പിക്കുകയുണ്ടായത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നെങ്കിൽ കൂടിയിട്ടും 75 വർഷം അഥവാ 7.5 പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ബഡ്ജറ്റിൽ നിന്നും ഇന്ന് ഇന്ത്യൻ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ചില മാറ്റങ്ങൾ ഘടനയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഗവൺമെന്റ് വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്നത്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പുലർത്തിയ ജാഗ്രതയെ തുടർന്നും IT മെറ്റൽ സ്റ്റോക്കുകൾക്ക് നേരിടേണ്ടി വന്ന ഇടിവിന്റെ ഫലമായിട്ടും തുടർച്ചയായ 3 ട്രേഡിംഗ് സെഷനിൽ നേട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് 2251.37 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വർഷത്തെ ഫോഴ്സ് സെല്ലിംഗും നടത്തിക്കൊണ്ട് 601.03 കോടി രൂപയ്ക്ക് ഈ വർഷത്തെ ആദ്യത്തെ സെല്ലിംഗും നടത്തുകയുണ്ടായി. ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം പ്രധാനമായും 10 സെക്ടറുകളായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അവയിൽ ഡിഫൻസ്, റെയിൽവേ, ഇൻഫ്രാസ്ട്രക്ചർ, എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സ്, ഓട്ടോമൊബൈൽസ്, ഇലക്ട്രിക് മൊബിലിറ്റി, കൺസപ്ഷൻ, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ്, റിയൽ എസ്റ്റേറ്റ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ മേഖലകളായിരിക്കും ഈ ബഡ്ജറ്റിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോകും എന്നുള്ള വിലയിരുത്തലുകളാണ് എക്സ്പേർട്ടുകളും അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സ്റ്റോക്കുകൾ വാങ്ങുവാനോ വിൽക്കുവാനോ അല്ലെ ട്രേഡിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ യൂണിയൻ ബഡ്ജറ്റ് ആയതിനാൽ തന്നെ മാർക്കറ്റ് ഹൈലി വോളട്ടൈൽ ആയിരിക്കും. മാത്രമല്ല ഇന്ന് ടെക്നിക്കലൊന്നും ഒരുപക്ഷെ വർക്ക് ചെയ്യുകയുമില്ല. എന്നിരുന്നാൽ കൂടിയിട്ടും അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,500 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ മുന്നോട്ടൊരു കുതിപ്പ് നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ആഴ്ചകളിലെ വീക്ക്ലി ലോയായ 24,900 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. കൂടാതെ ഇന്ന് ബഡ്ജറ്റ് ഡേ ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഹ്യൂജ് ആയിട്ടുള്ള വയലന്റ് മൂവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭൂരിഭാഗം ട്രേഡേഴ്സിനും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഏറെയും നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരുന്ന് ലാഭമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റയിലും കൂടാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ് ആയിട്ട് നിലനിൽക്കുന്നതും ആകെ ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് ആണ്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ബഡ്ജറ്റും ആരംഭിക്കും. മുൻപ് കണ്ട പോലെ തന്നെ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകളായി പിന്തുടർന്നു വന്നിരുന്ന രീതിയിൽ നിന്ന് ഗണ്യമായ ഒരു വ്യതിയാനമാണ് ഫെബ്രുവരി 1 അഥവാ ഇന്ന് നടക്കാനിരിക്കുന്ന യൂണിയൻ ബഡ്ജറ്റ് പ്രസംഗം സൂചിപ്പിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുകയുണ്ടായി. പരമ്പരാഗതമായ ബഡ്ജറ്റ് പ്രസംഗങ്ങളിൽ ഭാഗം എയിൽ ഗണ്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. വിശദമായ ധനകാര്യ പ്രഖ്യാപനങ്ങളും സംഖ്യാ ഡാറ്റകളും ചർച്ചയിൽ ആധിപത്യം പുലർത്തുന്നു. അതേസമയം ഭാഗം ബിയിൽ സാധാരണമായി സമാപന പ്രസ്താവനകളിലും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ഈ വർഷത്തെ അവതരണം ആ രീതിയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു. ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ തന്റെ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന വിശദാംശമായ ഒരു ഭാഗം ബി സെഗ്മെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയുമുണ്ടായി. പുനർരൂപകൽപ്പന ചെയ്ത ഭാഗം ബി നിരവധി വർഷങ്ങളിലായി നിലനിൽക്കുന്ന അടിയന്തര മുൻഗണനകളെയും തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും കൈകാര്യം ചെയ്യുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകളുമായി സന്തുലനമാക്കുക എന്നതാണ് ഈ ഇരട്ട സമീപനത്തിന്റെ ലക്ഷ്യമെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുകയുമുണ്ടായി. ഈ ഒരു
മാറ്റമാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ സ്ട്രക്ചറിൽ പ്രതീക്ഷിക്കുന്നതും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് മാത്രമേ 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 0.5%, വിപ്രോ ADRന് 0.5%, HDFC ബാങ്ക് ADRന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 1%, ICICI ബാങ്ക് ADRന് 1.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രഖ്യാപന പ്രകാരം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന റൂമേഴ്സ് പോലെ തന്നെ മിസ്റ്റർ കെവിൻ വാർഷിനെ പുതിയ ഫെഡ് ചെയർമാനായിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. ജെറോം പവലിനെ മാറ്റുന്ന ഭാഗമായിട്ട് പ്രസിഡന്റ് ട്രംപ് ഹോക്കീഷായിട്ടുള്ള ഒരു ചോയ്സ് നടത്തി എന്നുള്ള വിലയിരുത്തലുകളാണ് മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് വരികയും ഉണ്ടായത്. മിക്സ്ഡ് ആയിട്ടുള്ള ഏർണിംഗ്സിനെ തുടർന്ന് വെള്ളിയാഴ്ചയും US മാർക്കറ്റിന് ഇടിവ് തുടരേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി S&P 500ന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നാസ്ഡാക്കിന് 1%-അടുത്തും നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും 176 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. എന്നാൽ അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഫെഡറൽ റിസർവിന്റെ പഴയകാല പോളിസി മേക്കർ ആയിരുന്ന മിസ്റ്റർ കെവിൻ വാർഷിനെ പുതിയ ഫെഡിന്റെ ചെയർമാനായിട്ട് നോമിനേഷൻ ചെയ്തെങ്കിൽ കൂടിയിട്ടും യൂറോപ്യൻ മാർക്കറ്റ്സിനെ അത് ബാധിക്കുകയുണ്ടായില്ല. തൽഫലമായി യൂറോപ്യൻ മാർക്കറ്റ്സിന് 2021 ശേഷം ഏറ്റവും വലിയ മന്ത്ലി നേട്ടത്തോടുകൂടെ തന്നെ ഈ വർഷത്തെ ആദ്യ മാസത്തിലെ അവസാന വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-അടുത്തും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 1%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്നലെ ശനിയാഴ്ച വെളുപ്പിനോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയിലും പോയിന്റുകളൊന്നും ചോർന്നു പോവുകയും ഉണ്ടായില്ല. 16 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എങ്കിലും ഇന്ന് ബഡ്ജറ്റ് ഡേ ആയതിനാൽ തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് നമ്മൾ നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. കമ്മോഡിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-യും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-അടുത്തും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത് ഇന്ന് വെളുപ്പിനോടുകൂടി. അതേസമയം ഗോൾഡിന്റെ വിലയിൽ 9% ഇടിവാണ് സംഭവിക്കുകയും ഉണ്ടായത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $69.82 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും $65.74 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വിലയിൽ $489.67 നഷ്ടത്തോടുകൂടി $4,887.07 പെർ ഔൺസ് എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേരുകയും ഉണ്ടായി. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. വെള്ളിയാഴ്ച ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.76 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. മാക്സ് ബെയിൻ 25,300 എന്ന ലെവലിലും റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടുള്ള കൺസോളിഡേഷനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. അതേസമയം നിഫ്റ്റിക്ക് ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല 100-ഡേ EMAയുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നെങ്കിൽ കൂടിയിട്ടും 200-ഡേ EMAയ്ക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 40.59 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.05 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മാർക്കറ്റിലുണ്ടായ നേരിയ ഇടിവിനെ തുടർന്ന് RSIയിലും നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് 52.24 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഒരു കാര്യം ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ വിക്സ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും തുടർന്ന് കൂൾ ഓഫ് ആയതിനെ തുടർന്ന് 2%-അടുത്ത് ഉയർച്ചയോടുകൂടി
13.63 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് ബഡ്ജറ്റ് ഡേ ആയതിനാൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യ വിക്സ് കുതിച്ചുയരാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് താനും. മാത്രമല്ല ഇന്നത്തെ ബഡ്ജറ്റ് സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഓപ്ഷൻ പ്രീമിയംസ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഒരുപക്ഷെ ഷൂട്ടപ്പ് ആകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ അതീവ ജാഗ്രതയും പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 16% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 13% വളർച്ച രേഖപ്പെടുത്തി. ബജാജ് ഓട്ടോ പ്രോഫിറ്റിൽ 18.7% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 18.8% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഗെയിൽ ഇന്ത്യ പ്രോഫിറ്റിൽ 57.7% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 4.4% ഇടിവ് രേഖപ്പെടുത്തി. NTPC പ്രോഫിറ്റിൽ 8.3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 1.7% ഉയർച്ചയും രേഖപ്പെടുത്തി. ജിൻദാൽ സ്റ്റീൽ പ്രോഫിറ്റിൽ 80.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 10.9% വർധനവും രേഖപ്പെടുത്തി. ഡൽഹി വെറി പ്രോഫിറ്റിൽ 58.4% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 17.9% വർധനവ് രേഖപ്പെടുത്തി. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 210 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 7 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 10.8% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. ഏഷ്യൻ എനർജി സർവീസസ് ഗുജറാത്തിലെ മബോദ് തീരത്തുള്ള തീരദേശപ്പാടത്ത് എണ്ണ കണ്ടെത്തിയതായി കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രതിദിനം ഏകദേശം 125 മുതൽ 130 ബാരൽ എണ്ണ ഉൽപാദനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. HBL എഞ്ചിനീയറിംഗ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നും 575 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഓല ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി കമ്പനി തങ്ങളുടെ ജീവനക്കാരിൽ 5% പേരെ പിരിച്ചുവിടും എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.